ഇപ്പൊ നമ്മുടെ എല്ലാവർക്കും അനുഭവം ഉണ്ടാകും. നമ്മൾ പലപ്പോഴും ന്യൂ ഇയറിലും അല്ലെങ്കിൽ ഒക്കെ റെസൊല്യൂഷൻ എടുക്കും. ഞാൻ ഈ വർഷം എക്സസൈസ് ചെയ്യും, രാവിലെ ഇത്ര സമയം വ്യായാമം ചെയ്യും, ഞാൻ യോഗ ചെയ്യും എന്നൊക്കെ പറയാം, ജിമ്മിൽ പോകും എന്നൊക്കെ പറയും. പക്ഷെ കുറേ ദിവസം കഴിയുമ്പോൾ നമ്മൾ തന്നെ ഡ്രോപ്പ് ചെയ്യും. ചിലർ വിചാരിക്കും ഞാൻ പഞ്ചസാര ഇനി ഉപയോഗിക്കത്തില്ല, ഞാൻ ചായ കുടിക്കത്തില്ല, ഞാൻ കോഫി കുടിക്കത്തില്ല, പക്ഷെ ഡ്രോപ്പ് ചെയ്യും. എവിടെയോ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും പഴയതിനേക്കാളും ഇതായിട്ട് കോഫിയൊക്കെ കുടിച്ച് ചായ കുടിച്ച് മധുരമൊക്കെ ഉപയോഗിച്ച് പോകും. അപ്പൊ അതുകൊണ്ട് എന്താണ് നമുക്ക് ലാക്ക് ചെയ്തതെന്ന് വെച്ചാൽ നമുക്കൊരു എൻകറേജ്മെന്റ് ഉണ്ടാകണം, ഒരു പ്രോത്സാഹനം ഉണ്ടാകണം. ദേ വരൂ, നിങ്ങൾ വ്യായാമം ചെയ്യാം, നമുക്ക് വ്യായാമം ചെയ്യുന്നതിനുള്ള അവസരമുണ്ട്, നിങ്ങൾ വ്യായാമം ചെയ്യൂ, നിങ്ങളുടെ ആരോഗ്യത്തിന് ഇത് പ്രധാനമാണ്, നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടാകാതിരിക്കണോ, നിങ്ങൾക്ക് രക്താതിസമ്മർദ്ദം ഉണ്ടാകാതിരിക്കണോ, ഹൃദ്രോഗം ഉണ്ടാകാതിരിക്കണോ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാതിരിക്കണോ, എങ്കിൽ ആരോഗ്യം ശ്രദ്ധിക്കുക. ഈ ഒരു ആപ്തവാക്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. നമ്മൾ സർക്കാർ സംവിധാനത്തിൽ ഈ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത്. 2, എവിടെയൊക്കെ ട്രെയിനേഴ്സിനെ, യോഗയാണ് ആവശ്യമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ അങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ സ്പേസ് ഉണ്ട്, ഇത്രയും ആളുകളുണ്ട്, ഞങ്ങൾക്ക് പരിശീലകരെ തരുമോ എന്ന് ചോദ്യം. പരിശീലകരെ കൊടുക്കും. പരിശീലകരെ കൊടുത്തിട്ട് അവർക്ക് അവിടെ യോഗ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ട്. പ്രമേഹം 24% ആളുകൾക്കൂടെ, 100 പേരെടുത്താൽ 34 പേര് BP ഉള്ളവരാ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതോടൊപ്പം പ്രമേഹമുള്ളവർ 24 പേർ എന്നുള്ളത് കാണുന്നു. അപ്പൊ നമ്മുടെ ക്വാളിറ്റി, നമ്മൾ ജീവിക്കുന്ന കാലം ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് എത്തുന്നു. അത് ആ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ അതിലേക്ക് എത്തപ്പെട്ടു, പക്ഷെ കൂടുതൽ ആളുകൾ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മളൊരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ, അവരവരുടെ ജീവിതത്തിൽ ഏതാനും മിനിറ്റുകൾ ഓരോ ദിവസവും ആരോഗ്യത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും, ഇപ്പോൾ കേരളം ഒന്നിക്കുകയാണ്. നമ്മളിപ്പോൾ 14 ജില്ലകളിലും 26-ാം തീയതിയാണ് ഇതിന്റെ വിളംബര ജാഥ കാസർഗോഡ് നിന്ന് തുടങ്ങിയത്, മഞ്ചേശ്വരത്ത് നിന്ന്. അപ്പൊ ആർദ്രം 2ന്റെ ഭാഗമായി നമ്മൾ വിഭാവനം ചെയ്ത 10 കാര്യങ്ങൾ. 1, ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ. 2, ഞാൻ പറഞ്ഞതുപോലെ ആർദ്രം 1-ാം ഘട്ട പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണവും വിപുലീകരണവും. 3, രോഗനിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ. 4, ജില്ലാ ക്യാൻസർ പ്രതിരോധ പരിപാടി. 5, ലാബ് നെറ്റ്വർക്കിംഗ്, ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ. 6, വാർഷിക ആരോഗ്യ പരിശോധനാ പദ്ധതി. 7, ഇന്റഗ്രേറ്റീവ് മെഡിസിൻ ആൻഡ് റിസർച്ച്. 8, ഇൻഫെക്ഷസ് ഡിസീസ് ഇൻഫ്രാസ്ട്രക്ചർ. 9, ഏകാരോഗ്യ പദ്ധതി. 10, വയോജന പരിപാലനവും സാന്ത്വന പരിചരണവും. അപ്പോൾ അതിൽ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ഇപ്പോൾ ലാബ് നെറ്റ്വർക്കിംഗ്, നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളെയും അതുപോലെ മേജർ ലാബുകളെയും ഒക്കെ തന്നെ ബന്ധിപ്പിക്കുന്ന. അപ്പൊ എന്റെ പഞ്ചായത്തിൽ, എന്റെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ എനിക്ക് പോയി എന്റെ ബ്ലഡ് സാമ്പിൾ എടുത്താൽ അവിടെ പരിശോധിക്കാൻ കഴിയുന്ന പരിശോധനകൾ, ലാബുകളെല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്ത് അതിന്റെ സൗകര്യങ്ങൾ ഒരുക്കി എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും. അവിടെ ചെയ്യാൻ കഴിയാത്തത് ഉയർന്ന ലാബിലേക്ക് അയച്ച് അവിടെ പരിശോധിച്ച് തിരിച്ച് റിസൾട്ട് നമ്മുടെ ഫോണിൽ ലഭിക്കത്തക്ക രീതിയിലേക്ക് നിർണയം, അതിവിപുലമായിട്ടുള്ള ഒരു ശൃംഖല ലാബുകളുടെ നമുക്ക് സജ്ജമാക്കാൻ കഴിഞ്ഞു. അതിന്റെ ഒരു ഗുണം, ഒന്ന്, ഈ മേഖലയിൽ പരിശോധനയ്ക്കുള്ള ഡയഗ്നോസ്റ്റിക്സ് ആണല്ലോ, അതിനുള്ള ചെലവ് ഗണ്യമായിട്ട് കുറയ്ക്കാൻ കഴിഞ്ഞു. അർഹരായിട്ടുള്ള ആളുകൾക്ക് സൗജന്യമായി, അതല്ലാത്തവർക്ക് മിനിമം നിരക്കിലാണ് ഈ പരിശോധനകൾ നടക്കുന്നത്. രണ്ടാമത്, ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന യാത്രാക്ലേശം, മറ്റു ബുദ്ധിമുട്ടുകൾ, നമ്മൾ ഓട്ടോ പിടിച്ച് പോകുന്നു, അല്ലെ ബസ്സിൽ കയറി പോകുന്നു, മറ്റിടങ്ങളിലേക്ക് പോകും, അതെല്ലാം ഒഴിവാക്കാനായിട്ട് ഹബ് ആൻഡ് സ്പോക്ക് മോഡലിൽ നിർണയ എന്ന അതിവിപുലമായിട്ടുള്ള ലാബ് നെറ്റ്വർക്ക് സംസ്ഥാനത്ത് സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാകും, ഈ അടുത്തിടെയാണ് അതിന്റെ പൂർത്തീകരിച്ച ഉദ്ഘാടനം നമ്മൾ കഴിച്ചത്. ജില്ലാ ക്യാൻസർ പ്രതിരോധ പരിപാടി, എല്ലാ ജില്ലകളിലും 14 ജില്ലകളിലും ക്യാൻസർ ജില്ലാ പഞ്ചായത്തുകളുടെ പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ട് ക്യാൻസർ പ്രതിരോധ പരിപാടി നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു. ക്യാൻസർ ഗ്രിഡുകൾ ആരംഭിച്ചു, ക്യാൻസർ സ്യൂട്ട് ആരംഭിച്ചു. അതുകൂടാതെ എല്ലാ കാരുണ്യ ഫാർമസികളിലും ആദ്യമായി തന്നെ നമുക്ക് സീറോ പ്രോഫിറ്റ് ക്യാൻസർ കൗണ്ടറുകൾ ആരംഭിച്ചു. അതായത് നമുക്ക് എന്ത് വിലയ്ക്ക് ക്യാൻസർ മരുന്നുകൾ നമുക്ക് ലഭിക്കുന്നോ അതേ വിലയ്ക്ക് ആളുകൾക്ക് കൊടുക്കുന്നതിന്. അത് രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ക്യാൻസർ മരുന്നുകൾ ലഭ്യമാകുന്ന സംസ്ഥാനമാണ് ഇന്ന് കേരളം. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു അതിവിപുലമായ ക്യാമ്പയിൻ നമ്മൾ ആരംഭിച്ചിരുന്നു, ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നുള്ളത്. അത് ഫെബ്രുവരി മാസം 4-ാം തീയതിയാണ് ആരംഭിച്ചത് 2025-ൽ. 21 ലക്ഷം ആളുകൾ അതിൽ ഇതിനോടകം സ്ക്രീൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഒരു കണക്കൊന്ന് സൂചിപ്പിച്ചു പോകാം. അതിൽ പുതുതായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്തിയവർ 278 പേരാണ്. ഈ സ്ക്രീനിങ്ങിൽ വന്നിട്ട് സ്ക്രീനിങ് നടത്തി ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തിയവർ. പ്രീ ക്യാൻസറസ് ആയിട്ട്, അതായത് ബ്രസ്റ്റ് ക്യാൻസറിൽ തന്നെ പ്രീ ക്യാൻസറസ് സ്റ്റേജിലുള്ളവർ 90 പേരാണ്.
സർവൈക്കൽ ക്യാൻസർ, ഗർഭാശയകള ക്യാൻസർ 84 പുതിയ കേസുകൾ നമ്മൾ കണ്ടുപിടിച്ചു. അതോടൊപ്പം തന്നെ അവിടെ പ്രീ ക്യാൻസർ ആയിട്ടുള്ളത് 218. അതിൽ നമ്മൾ കാണേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ക്യാൻസർ ഉണ്ടെന്ന് ഒരു പക്ഷേ ഞാൻ ഈ നേരത്തെ പറഞ്ഞ 278 ബ്രസ്റ്റ് ക്യാൻസർ കേസസോ സർവൈക്കൽ ക്യാൻസറിൽ 84 പേരോ സ്ക്രീനിങ്ങിൽ വന്നതുകൊണ്ട് അവർ കണ്ടുപിടിച്ചു. അവർക്ക് വളരെ പ്രയോജനപ്പെടും. അതിൽ ഏറ്റവും പ്രയോജനപ്പെടുന്നത് പ്രീ ക്യാൻസർ സ്റ്റേജിലാണ്. അവർക്ക് ചികിത്സിച്ച് പൂർണ്ണമായിട്ടും ഈ രോഗം അത് ഭേദമാക്കാനായിട്ട് കഴിയുമെന്നുള്ളത്. സർവൈക്കൽ ക്യാൻസറിൽ പ്രീ ക്യാൻസർ സ്റ്റേജിലുള്ളത് 218 പേരായിരുന്നു. ഓറൽ ക്യാൻസർ 58 പേർക്ക് പുതുതായിട്ട് കണ്ടുപിടിച്ചു. 28 പേര് പ്രീ ക്യാൻസർ സ്റ്റേജിലാണ്. അതുപോലെ കോളൻ ക്യാൻസർ 12 പേർക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ക്യാൻസർ ഗ്രിഡ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ക്യാൻസർ ഗ്രിഡ് ഒരു ജില്ലയിൽ ഇപ്പോ നമുക്ക് എവിടെയൊക്കെയാണ് ചികിത്സാ സൗകര്യങ്ങൾ ഉള്ളത്, അതുപോലെ പരിശോധനാ സംവിധാനങ്ങൾ എവിടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഈ ക്യാൻസർ ഗ്രിഡിലൂടെ ഒരു വ്യക്തിക്ക് അത് പെട്ടെന്ന് തന്നെ നമുക്കതിലേക്ക് പോകാനായിട്ട് കഴിയും. ഇപ്പം നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഈ ഘട്ടത്തിൽ തുടങ്ങിയതാണ്. 3-4 വാർഡുകൾ ചേരുന്ന ഇടത്താണ് ജനകീയ ആരോഗ്യ കേന്ദ്രം. 5416 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് ഉള്ളത്. അപ്പൊ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലെ ആരോഗ്യ പ്രവർത്തകർക്ക് ഉൾപ്പെടെ പരിശീലനം നൽകിക്കൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ ഉൾപ്പെടെ കണ്ടുപിടിക്കുന്നതിന് പ്രാഥമിക സ്ക്രീനിങ് അവർ നടത്തും. ലംസ് ഉണ്ടോ അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. സെർവൈക്കൽ ക്യാൻസറിൽ തന്നെ അതായത് പ്രാഥമിക പരിശോധന നടത്താൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ഈ ഒരു ക്യാൻസർ സ്ക്രീനിങ് നമ്മൾ നടത്തി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധത്തിന്റെ ഭാഗമായി ശൈലി ആപ്പ് നമ്മൾ രൂപീകരിച്ചു. 3ാം ഘട്ടത്തിലുള്ള സർവേയിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ശൈലി ആപ്പ് എന്താണെന്നുള്ളത് അറിയാം. നമ്മളൊരു ആപ്പ് രൂപീകരിച്ചുകൊണ്ട് വീടാനന്തരം നമ്മുടെ ആശമാര് ട്രെയിൻ ചെയ്ത് അവര് വീടുകളിൽ പോയി രോഗമുള്ളവരെ കണ്ടെത്തുകയും ഇപ്പൊ അവർ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ഇനി രോഗം വരാൻ സാധ്യതയുള്ളവർ, ഒബീസിറ്റിയോ അല്ലെങ്കിൽ മറ്റ് കണ്ടീഷൻസ്, റിസ്ക് ഫാക്ടേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് വരാൻ സാധ്യതയുള്ള ഘടകങ്ങൾ കണ്ടെത്തി അങ്ങനെയുള്ളവർക്ക് രോഗം വരാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അവര് വന്ന് പരിശോധിക്കണം എന്ന് പറയുക. 30 വയസ്സിന് മുകളിലുള്ള എല്ലാ ആളുകളും കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തണം എന്നുള്ളത് പറയുക. അപ്പൊ അത് നമ്മൾ 3ാം ഘട്ടം, 2 വർഷം നമ്മൾ പൂർത്തീകരിച്ച് 3ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ അതിൽ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. സംസ്ഥാനത്തെ 34% ആളുകൾക്ക് രക്താതിസമ്മർദ്ദമുണ്ട്, BP ഉണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. 24% ആളുകൾക്ക് പ്രമേഹവുമുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ നമ്മൾ ഡയബറ്റിക് ക്യാപിറ്റൽ എന്നാണ് കേരളം അറിയപ്പെടുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ഡയബറ്റിക് ക്യാപിറ്റൽ തന്നെയാണ്. പക്ഷെ അതിലും കൂടുതൽ പുതിയ കേസസ് ഉണ്ടാകുന്നത് BP-യിലാണ്, രക്താതിസമ്മർദ്ദത്തിലാണ് കൂടുതൽ കേസുകൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മുടെ ഈ ഒരു പരിശോധനയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം വൺ ഹെൽത്ത് പദ്ധതി, ഏകാരോഗ്യത്തിന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നമ്മൾ പൊതുജനാരോഗ്യ നിയമം തന്നെ മാറ്റി എഴുതി. 2 നിയമങ്ങളാണ് നിലവിൽ ഉണ്ടായിരുന്നത്. മദിരാശിയുടെ ഭാഗമായിട്ടുള്ള വടക്കൻ മേഖലയിൽ ഒരു നിയമം, ഈ തിരുവനന്തപുരമൊക്കെ ഉൾപ്പെടുന്ന തെക്കൻ മേഖലയിൽ തിരുവിതാംകൂർ, കൊച്ചിയുടെ ഭാഗമായിട്ടുള്ള നിയമം. ഈ 2 നിയമങ്ങൾ റിപ്പീൽ ചെയ്തുകൊണ്ട് 2023 പൊതുജനാരോഗ്യ നിയമം നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അത് ഏകാരോഗ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ജില്ലകളിൽ കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സിനെ ട്രെയിൻ ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞു. എല്ലാ ജില്ലകളിലേക്കും അത് ഇപ്പോൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഏകാരോഗ്യത്തിന്റെ സ്ഥാപനം വൺ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കോഴിക്കോട് വൺ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നിപ്പ റിസർച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ എല്ലാത്തിലേക്കും പോകുന്നില്ല. ഇനി നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധത്തിന്റെ ഭാഗമായി ഒരു കാര്യം കൂടി പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ജനകീയ ആരോഗ്യ കേന്ദ്രം 5416 നമ്മൾ തുടങ്ങിയിരുന്നു. ഈ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലെ നമ്മുടെ ഒരു പ്രോജക്റ്റാണ് സ്ത്രീ ക്ലിനിക്. എല്ലാ ചൊവ്വാഴ്ചകളിലും ജനകീയ ആരോഗ്യ കേന്ദ്രം 3-4 വാർഡ് ചേർന്ന ജനകീയ ആരോഗ്യ കേന്ദ്രം. അപ്പോ സ്ത്രീ ക്ലിനിക്കുകൾ ആരംഭിച്ചു. ഈ കാലത്ത്, അതായത് നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇത്രയും സമയം, ഈ 2025 ഒരു കണക്കെടുത്താൽ 2.43 ലക്ഷം ക്ലിനിക്കുകൾ, സ്ത്രീ ക്ലിനിക്കുകൾ സംസ്ഥാനത്തെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇതുവരെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ചികിത്സ നേടിയവരുടെ എണ്ണം നമ്മൾ നോക്കിയാൽ 34,80,000 സ്ത്രീകൾ നമ്മുടെ സ്ത്രീ ക്ലിനിക്കുകളിൽ വന്നിട്ടുണ്ട്. അതായത് സൗജന്യമായി നമുക്ക് പ്രമേഹം ഉണ്ടോ, രക്തസമ്മർദ്ദമുണ്ടോ, വിളർച്ചയുണ്ടോ, ഇതൊക്കെ നമുക്ക് പരിശോധിക്കാനായിട്ട് കഴിയും. ഇനി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ തന്നെ NCD ക്ലിനിക്കുകൾ, അവിടെ 2,35,000 NCD ക്ലിനിക്കുകൾ ഈ കാലഘട്ടത്തിൽ, 2025 കണക്ക് മാത്രമാണ് ഞാൻ പറയുന്നത്, നമുക്ക് NCD ക്ലിനിക്കുകൾ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു.
അവിടെ 30,59,000 ആളുകളാണ് ഈ NCD ക്ലിനിക്കുകളിൽ ജീവിതശൈലി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണല്ലോ NCD. അപ്പൊ ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായി ഈ ക്ലിനിക്കുകളിൽ എത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും ജനകീയ ആരോഗ്യ ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജനകീയ ആരോഗ്യ ക്ലബിൽ ഈ വർഷം 5,09,000 സെഷൻസ് നമ്മൾ നടത്തി. 5,09,000 സെഷൻസ് എന്ന് പറയുമ്പോൾ ഈ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ജനകീയ ആരോഗ്യ ക്ലബ്ബുകളിൽ വ്യായാമമാണ് ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നത്. അതിൽ തന്നെ പങ്കെടുത്ത ആളുകളുടെ എണ്ണം 95,70,000, അതായത് കൃത്യമായി പറഞ്ഞാൽ 95,76,000 ആളുകൾ ഈ ജനകീയ ആരോഗ്യ ക്ലബ്ബുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനിലേക്ക് വരികയാണ്. അതായത് നമ്മൾ അതിന്റെ ഒരു സംവിധാനം, ഒരു സ്ട്രക്ചർ ഒരുക്കി. ആ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇപ്പൊ നേരത്തെ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി. ഇപ്പൊ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, അതിന് മുകളിൽ നമ്മൾ വരുമ്പോൾ CHSകൾ, ബ്ലോക്ക് തല ആരോഗ്യ കേന്ദ്രങ്ങൾ, അതിന് മുകളിലേക്ക് വരുമ്പോൾ താലൂക്ക് ഹോസ്പിറ്റൽ, ജില്ലാ ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റൽ, അതുപോലെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ, അതിന് മുകളിൽ മെഡിക്കൽ കോളേജ്. ഇതിന് താഴെയാണ് നമ്മൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് താഴെയാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, നമ്മൾ JAG എന്ന് പറയും, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ. അപ്പൊ സ്ത്രീ ക്ലിനിക്കുകൾ, NCD, അവിടുത്തെ കണക്കാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ജനകീയ ആരോഗ്യ ക്ലബ്ബുകൾ രൂപീകരിച്ച് ആളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ശ്രമം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ കാണുന്നത് ഇത്രയും ഇപ്പോൾ നമ്മളൊരു കണക്ക് നോക്കുമ്പോൾ ജനകീയ ആരോഗ്യ ക്ലബിൽ 95,76,000 ആളുകൾ വിവിധ 5 ലക്ഷം സെഷനുകളിലായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലം, നമ്മുടെ ആയുർദൈർഘ്യം ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. അത് 76 വയസ്സിന് മുകളിലാണ്. സ്ത്രീകൾക്ക് അല്പം കൂടി കൂടുതലാണ്, ശരാശരി 76 വയസ്സിന് മുകളിൽ. നമ്മുടെ മറ്റ് ഹെൽത്ത് ഇൻഡസ്ട്രീസ്, ഇപ്പൊ ശിശുമരണ നിരക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ ഏറ്റവും കുറഞ്ഞതാണ്, 5ആണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ശിശുമരണ നിരക്കിനേക്കാൾ കുറവാണ് നമ്മുടേത്. നവജാത ശിശുമരണ നിരക്ക് കുറവാണ്. അതുപോലെ മെറ്റേണൽ മോർട്ടാലിറ്റി, മാതൃമരണ നിരക്ക് കുറവാണ്. പക്ഷെ നമ്മൾ എവിടെയാണ് നമ്മളുടെ ഫോക്കസ് ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതും അതുകൊണ്ടാണ് സ്ത്രീ ക്ലിനിക്കുകൾ, NCD ക്ലിനിക്കുകൾ, ശൈലി ആപ്പ്, ശൈലി സർവേ, ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നടത്തിയത്. പക്ഷെ കൂടുതൽ ആളുകളെ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ ഇത്രയും പേർ ഇവിടെ നിങ്ങൾ ഇരിക്കുന്ന നോക്കിയാൽ ചിലർക്കെങ്കിലും ഈ ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ ടുവേർഡ്സ് ടെൻഡൻസി ഉള്ളവരുണ്ടാകാം, ഉറപ്പായിട്ടും ഉണ്ടാകാം. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളെല്ലാവരുടെയും ജോലിയുടെ സ്വഭാവം. ഒരു റെഗുലർ ആയിട്ടൊരു കൃത്യസമയം എന്നുള്ളതല്ല, എപ്പോൾ വേണമെങ്കിലും നമ്മൾ പോയി ജോലി ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം, മാധ്യമപ്രവർത്തകന്റെ കാര്യമാണെങ്കിൽ. അപ്പൊ അങ്ങനെയില്ലെങ്കിൽ ജോലിയുടെ ഒരു സ്വഭാവം, അതെല്ലാ മേഖലയിലും. ഇപ്പം IT മേഖലയിൽ എത്ര മണിക്കൂർ ഇരുന്ന് ജോലി ചെയ്യുന്നു, ഇപ്പം ആരോഗ്യ മേഖലയിൽ ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് ആരോഗ്യ പ്രവർത്തകർ. ഇപ്പൊ സെക്രട്ടേറിയറ്റിൽ തന്നെ ആണെങ്കിലും വൈകുന്നേരം 9:30 വരെ ഇരുന്ന് ജോലി ചെയ്തിട്ട് പോകുന്ന ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. അപ്പൊ ഒന്ന്, നമ്മുടെ വ്യായാമമില്ലായ്മ. 2, നമ്മുടെ ആഹാരം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. 3, പ്രധാനപ്പെട്ട കാര്യം ഉറക്കം, ശരിയായ ഉറക്കം ഇല്ലായ്മ. അത് എല്ലാവരെയും സംബന്ധിച്ചുള്ള പ്രശ്നം ആണ്. 4മത്തെ കാര്യം, നമുക്ക് നമ്മുടെ ഒരു ആരോഗ്യ പരിപാലനം, ഒരു കെയർ എന്നുള്ളത്, അതിൽ നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാത്ത ഒരു കാര്യം. അപ്പൊ നമ്മൾ ഈ ഘട്ടത്തിൽ കരുതുന്നത്, ഇപ്പൊ നമ്മൾ ഇത്രയും ശൈലി ആപ്പിലൂടെ സർവേ നടത്തി നമ്മൾ കാണുന്നു BP ഉള്ളവരുടെ എണ്ണം കേരളത്തിൽ വർദ്ധിക്കുന്നു. 34% ആളുകൾക്ക് BP ഉണ്ട്. പ്രമേഹം 24% ആളുകൾക്കൂടെ. 100 പേരെടുത്താൽ 34 പേര് BP ഉള്ളവരാ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതോടൊപ്പം പ്രമേഹമുള്ളവർ 24 പേർ എന്നുള്ളത് കാണുന്നു. അപ്പൊ നമ്മുടെ ക്വാളിറ്റി, നമ്മൾ ജീവിക്കുന്ന കാലം ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് എത്തുന്നു. അത് ആ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ അതിലേക്ക് എത്തപ്പെട്ടു, പക്ഷെ കൂടുതൽ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മളൊരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. ആ ക്യാമ്പയിൻ നമ്മുടെ പൊതുവായ ടാഗ് ലൈൻ ആരോഗ്യമാനന്ദം എന്നുള്ളതിൽ നിന്നുകൊണ്ട് വൈബ് ഫോർ വെൽനെസ് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ക്യാമ്പയിന്റെ ഈ ഒരു പേരോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട്, ഞാൻ പറഞ്ഞില്ല, 5416 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്, ജനകീയ ആരോഗ്യ ക്ലബ്ബുകളുണ്ട്. ആ ജനകീയ ആരോഗ്യ ക്ലബ്ബുകളിലൂടെ ആളുകൾ വ്യായാമത്തിനായിട്ട് അവർക്ക് സ്പേസ് ഉണ്ട്. എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലും അതിനുള്ള അടിസ്ഥാന സൗകര്യം ഇല്ലെങ്കിൽ പോലും തൊട്ടടുത്തുള്ള ഒരു സ്കൂളിന്റെ സ്പേസ് ആകാം, മറ്റിടങ്ങളാകാം, അവിടെ വ്യായാമം ചെയ്യും. ആയുഷിൽ നമ്മൾ 10,000 യോഗ ക്ലബ്ബുകൾ തുടങ്ങിയിട്ടുണ്ട്. ഈ 10,000 യോഗ ക്ലബ്ബുകളും ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ യോഗ കൃത്യമായി ഇത് റെഗുലറായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ
ഇപ്പൊ നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് പോകുന്നു, അല്ലെങ്കിൽ കോഴിക്കോട് പോകുന്നു, തൊട്ടടുത്തുള്ള യോഗ ക്ലബ്ബ് ഏതാണെന്ന് ലൊക്കേറ്റ് ചെയ്യാം. സർക്കാരിന്റെ യോഗ ക്ലബ്ബ് ലൊക്കേറ്റ് ചെയ്യാം. അവിടെ പോയി നമുക്ക് യോഗ ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ ഈ വൈബ് ഫോർ വെൽനസ് എന്നുള്ളതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങൾ. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് രണ്ടാണ്. ശരീരത്തിന്റെ ആരോഗ്യം, മനസ്സിന്റെ ആരോഗ്യം എന്നുള്ളതാണ്. വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, സംഘർഷഭരിതമായിട്ടുള്ള ജോലിയിലൂടെയും അല്ലെങ്കിൽ മറ്റ് അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. ചെറിയ സമ്മർദ്ദങ്ങൾ പോലും താങ്ങാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിൽ നമ്മൾ 4 പില്ലേഴ്സ് ആണ് നമുക്കുള്ളത് ഈ ക്യാമ്പയിനിൽ. ഒന്ന്, ആരോഗ്യകരമായ ഭക്ഷണം. 2, വ്യായാമം, അതായത് ഈറ്റ് വെൽ, ആക്ട് വെൽ. മൂന്നാമത്തെ കാര്യം സ്ലീപ്പ് വെൽ. ഓരോ പ്രായത്തിനും ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഇത്ര മണിക്കൂർ ഉറങ്ങണം, മുതിർന്നവർക്ക് ഇത്ര മണിക്കൂർ. അപ്പം അവരവരുടെ പ്രായത്തിനനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള ഉറക്കം ഉണ്ടാക്കണം, ഡീപ്പ് സ്ലീപ്പ് ആവശ്യമുണ്ട്. അപ്പൊ സ്ലീപ്പ് വെൽ എന്നുള്ളത്. നാലാമത്തെ കാര്യം കെയർ വെൽ. അപ്പൊ ഈ 4 പില്ലേഴ്സിനെ അടിസ്ഥാനമാക്കി നമ്മൾ ഒരു വലിയ ക്യാമ്പയിൻ ആരംഭിക്കുന്നു. അപ്പൊ നമ്മുടെ എല്ലാവർക്കും അനുഭവം ഉണ്ടാകും. നമ്മൾ പലപ്പോഴും ന്യൂ ഇയറിലും അല്ലെങ്കിൽ ഒക്കെ റെസൊല്യൂഷൻ എടുക്കും. ഞാൻ ഈ വർഷം എക്സസൈസ് ചെയ്യും, രാവിലെ ഇത്ര സമയം വ്യായാമം ചെയ്യും, ഞാൻ യോഗ ചെയ്യും എന്നൊക്കെ പറയാം, ജിമ്മിൽ പോകും എന്നൊക്കെ പറയും. പക്ഷെ കുറെ ദിവസം കഴിയുമ്പോൾ നമ്മൾ തന്നെ ഡ്രോപ്പ് ചെയ്യും. ചിലർ വിചാരിക്കും ഞാൻ പഞ്ചസാര ഇനി ഉപയോഗിക്കത്തില്ല, ഞാൻ ചായ കുടിക്കത്തില്ല, ഞാൻ കോഫി കുടിക്കത്തില്ല, പക്ഷെ ഡ്രോപ്പ് ചെയ്യും. എവിടെയോ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും പഴയതിനേക്കാളും ഇതായിട്ട് കോഫിയൊക്കെ കുടിച്ച് ചായ കുടിച്ച് മധുരമൊക്കെ ഉപയോഗിച്ച് പോകും. അപ്പൊ അതുകൊണ്ട് എന്താണ് നമുക്ക് ലാക്ക് ചെയ്തതെന്ന് വെച്ചാൽ നമുക്കൊരു എൻകറേജ്മെന്റ് ഉണ്ടാകണം, ഒരു പ്രോത്സാഹനം ഉണ്ടാകണം. വരൂ, നിങ്ങൾ വ്യായാമം ചെയ്യാം, നമുക്ക് വ്യായാമം ചെയ്യുന്നതിനുള്ള അവസരമുണ്ട്, നിങ്ങൾ വ്യായാമം ചെയ്യൂ, നിങ്ങളുടെ ആരോഗ്യത്തിന് ഇത് പ്രധാനമാണ്. നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടാകാതിരിക്കണോ, നിങ്ങൾക്ക് രക്താതിസമ്മർദ്ദം ഉണ്ടാകാതിരിക്കണോ, ഹൃദ്രോഗം ഉണ്ടാകാതിരിക്കണോ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാതിരിക്കണോ, എങ്കിൽ ആരോഗ്യം ശ്രദ്ധിക്കുക. ഈ ഒരു ആപ്തവാക്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. അപ്പോൾ 1-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഈ ക്യാമ്പയിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത്. അതൊരു മെഗാ ഇവന്റ് അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിലും അന്നേ ദിവസം പരിപാടി നടക്കും. ഇതൊരു ഇവന്റിൽ ഒതുങ്ങുന്നതല്ല, അതിനൊരു തുടർച്ചയുണ്ട്. ആ തുടർച്ച സർക്കാർ എൻകറേജ് ചെയ്യുന്നത് നമ്മുടെ ജനകീയാരോഗ്യ കേന്ദ്രങ്ങളുണ്ട്, യോഗ ക്ലബ്ബുണ്ട്. അതുകൂടാതെ നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ ഭാഗമാകുന്ന റെസിഡൻഷ്യൽ അസോസിയേഷനുകളുണ്ട്, യുവജനക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ യുവജന ക്ലബ്ബുകളുണ്ട്, യുവജന സംഘടനകളുണ്ട്, സർവീസ് സംഘടനകളുണ്ട്, വനിതാ സംഘടനകളുണ്ട്, വിദ്യാർത്ഥി സംഘടനകളുണ്ട്, NSSന്റെ യൂണിറ്റുകളുണ്ട്. അങ്ങനെ അതുപോലെ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് ഇപ്പൊ അവർക്ക് ഉയരുന്നുള്ളൊരു ക്യാമ്പയിൻ നടക്കണം. അതിൽ ഒരു കമ്പോണന്റ് ഹെൽത്ത് ആണ്. ഇപ്പൊ 45 ലക്ഷം സ്ത്രീകൾ, ആ 45 ലക്ഷം സ്ത്രീകളും അവരുടെ ഒരു വ്യായാമം അവരുടെ ജീവിതത്തിന്റെ ഭാഗമാകുക എന്നുള്ള നിലയിലേക്ക് അവരും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇത് കൂടാതെ അങ്കണവാടികൾ മുതൽ IT പാർക്കുകൾ വരെയുള്ള ഇടങ്ങളിൽ പ്രത്യേകമായിട്ട് വ്യായാമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന പരിപാടികൾ ലഭ്യമാകും. അപ്പൊ സർക്കാർ ഇതിൽ ചെയ്യുന്നത്, ഒന്ന്, നമ്മൾ സർക്കാർ സംവിധാനത്തിൽ ഈ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത്. 2, എവിടെയൊക്കെ ട്രെയിനേഴ്സിനെ, ഇപ്പൊ യോഗയാണ് ആവശ്യമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ അങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ സ്പേസ് ഉണ്ട്, ഇത്രയും ആളുകളുണ്ട്, ഞങ്ങൾക്ക് പരിശീലകരെ തരുമോ എന്ന് ചോദ്യം. പരിശീലകരെ കൊടുക്കും. പരിശീലകരെ കൊടുത്തിട്ട് അവർക്ക് അവിടെ യോഗ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ തന്നെയാണ് മറ്റിടങ്ങളിലും. ഇപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഒക്കെ ഇതിന്റെ ഭാഗമാണ്. ക്യാമ്പസുകൾ ഉൾപ്പെടെയുള്ള സ്കൂളുകൾ, കോളേജുകളൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയും പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലൂടെ പറയുന്നത്, ഒരു പരിപാടി 1-ാം തീയതി നടത്തി പോവുക എന്നുള്ളതല്ല. അത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും. ഓരോ ദിവസവും ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു മോട്ടിവേഷൻ, ഒരു എൻകറേജ്മെന്റ് എല്ലാവർക്കും. ഇത് കൂടാതെ നമ്മളൊരു ഓൺലൈൻ ഇതില് ഒരു ഇലക്ട്രോണിക് പിന്തുണ കൂടി നൽകുന്നുണ്ട്. അത് ആപ്പൊന്നുമല്ല, നമ്മുടെ ഡീറ്റെയിൽസും എൻ്റർ ചെയ്യേണ്ട, പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. നമ്മുടെ ജെൻഡർ പറയുക, നമ്മുടെ പ്രായം പറയുക, പ്രായം പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്,
അപ്പൊ നമുക്ക് അതിൽ തന്നെ ഇപ്പൊ ഡോക്ടേഴ്സ് അത് ഒരു സോഫ്റ്റ്വെയർ ടീമാണ് അത് ഡെവലപ്പ് ചെയ്തത്, ഡോക്ടേഴ്സിന്റെ ഇൻപുട്ടോട് കൂടി. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എവിടെ നിൽക്കുന്നു, ഇനി നമ്മൾ എത്ര വെയിറ്റ് ലോസ് എത്ര നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മൾ റിസ്കിലാണോ, ഇതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. എന്നിട്ടത് വീണ്ടും നമുക്ക് വേണമെങ്കിൽ അടുത്ത മാസം വീണ്ടും ഇതിൽ എൻട്രി ചെയ്തിട്ട് അത് വീണ്ടും പരിശോധിക്കാൻ കഴിയും. അപ്പം അതിൽ അനോണിമസ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അതിൽ നോക്കിയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് ശാസ്ത്രീയമായിട്ട് ഡെവലപ്പ് ചെയ്തതാ. അത് 1-ാം തീയതി അന്നത്തെ വേദിയിൽ ബഹുമാനപ്പെട്ട CM അതുകൂടി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇത് പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ, അവരവരുടെ ജീവിതത്തിൽ ഏതാനും മിനിറ്റുകൾ ഓരോ ദിവസവും ആരോഗ്യത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്നുള്ളതാണ്. ആ സമയം വ്യായാമത്തിന് വേണ്ടി ഒരു സ്വന്തം സ്പേസ്, ആ സ്പേസ് യോഗ ചെയ്യാം, അതല്ല മറ്റ് എക്സസൈസ് ചെയ്യാം, എയറോബിക്സ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇപ്പോൾ പൊതു കമ്മ്യൂണിറ്റികളാണെങ്കിൽ, റെസിഡൻഷ്യൽ അസോസിയേഷൻ പോലെയുള്ള ഇടങ്ങളാണെങ്കിൽ പരിശീലനത്തിന് വേണ്ടി സർക്കാർ എല്ലാ പിന്തുണയും നൽകും, ക്ലബ്ബുകൾക്ക് പിന്തുണ നൽകും, മറ്റ് സംഘടനകൾ, യോഗ അസോസിയേഷൻ പോലെയുള്ള സംഘടനകൾ ഇതിന്റെ ഭാഗമായിട്ട് പരിശീലകർ നൽകുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിക്കും. അതോടൊപ്പം ഒരു കാര്യം കൂടി, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ആരോഗ്യകരമായ ഭക്ഷണം, നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, അത് ഗ്രാമത്തിലെയും നഗരത്തിലെയും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് ഡയറ്റീഷ്യൻസിന്റെ പരിശീലന, അതായത് ആരോഗ്യകരമായ ഭക്ഷണത്തെ സംബന്ധിച്ച ക്ലാസ്സുകൾ ഉണ്ടാകും, പഠനങ്ങൾ ഉണ്ടാകും, അതോടൊപ്പം തന്നെ പരിശീലനവും ഉണ്ടാകും. ഇതില് പ്രശസ്തരായ ഷെഫ്സ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് അവർ കൂടി ഇതിൽ ചേരാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒന്നിച്ചു ചേരുന്ന ഒരു പരിപാടിയാണ്. സെലിബ്രിറ്റീസ് ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ഇവരൊക്കെ പങ്കെടുപ്പിക്കുന്നത് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു എൻകറേജ്മെന്റ്, സ്ഥിരമായ എൻകറേജ്മെന്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. പല സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യും, നാളെ ചെയ്യും, മറ്റന്നാൾ വരുമ്പോൾ എന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു ആ മാനസികാവസ്ഥയിൽ നിന്ന് മാറി നമ്മൾ മോട്ടിവേറ്റഡ് ആയി, എൻകറേജ്ഡ് ആയി നമ്മൾ വ്യായാമം ചെയ്യുന്ന നിലയിലേക്ക് മാറുക എന്നുള്ളതാണ്. അതോടൊപ്പം ഉറക്കം. ഇനി ഇതിന്റെ ഭാഗമായി ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ആ ഇലക്ട്രോണിക് സ്പേസ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് ആവശ്യമെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഇതിലേക്ക് കൂടി പോകാനായിട്ട് കഴിയും. ഇപ്പൊ നമുക്ക് ക്ലിനിക്കലി പിന്തുണ ആവശ്യമുണ്ടെങ്കിൽ അത് ഓൺലൈനായിട്ട് eSanjeevaniയിലേക്കൊക്കെ പോയി അവരെ കൂടി നമുക്ക് കൺസൾട്ടേഷൻ കിട്ടുന്ന ഒരു രീതി കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ കേരളം ഒന്നിക്കുകയാണ്. നമ്മളിപ്പോൾ 14 ജില്ലകളിലും 26-ാം തീയതിയാണ് ഇതിന്റെ വിളംബര ജാഥ കാസർഗോഡ് നിന്ന് തുടങ്ങിയത്, മഞ്ചേശ്വരത്ത് നിന്ന്. ഭയങ്കര എന്താണ് എൻകറേജിങ് ആയിരുന്നു. അന്ന് വൈകുന്നേരം കാസർഗോഡ് നടന്നൊരു കോലായിക്കൂട്ടമുണ്ട്. കോലായിക്കൂട്ടം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് നമ്മൾ ഈ 2023 വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എന്ന ഒരു ക്യാമ്പയിൻ തുടങ്ങി. അതുകൂടി ഒന്ന് പറയട്ടെ, ഇതിന്റെ ഒരു പ്രാധാന്യം. അതായത് വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എന്നുള്ള ക്യാമ്പയിൻ തുടങ്ങുന്നതിന് കാരണം നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും വിളർച്ച കുറവുള്ള സംസ്ഥാനം കേരളമാണ്. പക്ഷെ നമ്മൾ നമ്മുടെ പൊസിഷൻ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു. അപ്പൊ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്, എന്താ അറിയോ, നഗരപ്രദേശങ്ങളിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ശാക്തീകരിക്കപ്പെട്ടതെന്ന് നമ്മൾ കരുതുന്ന, സാമ്പത്തികമായി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്കിടയിൽ വിളർച്ച വലിയ രീതിയിൽ കൂടുന്നുണ്ട്. അതായത് ആഹാരത്തിൽ ഉള്ള ശ്രദ്ധയില്ലായ്മ, അയൺ കണ്ടന്റ് ഉള്ള ആഹാരം കഴിക്കുന്നതിലുള്ള കുറവ്, അതും കൂടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ആഹാര മോഡിഫിക്കേഷൻ ഒക്കെ ആവശ്യമാണെന്ന് നമ്മളെ കാണിച്ചു തന്ന ഒരു കാര്യമാണ്. അതിന്റെയൊക്കെ കൂടി അടിസ്ഥാനത്തിൽ അപ്പൊ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഇത്. ഞാൻ പറഞ്ഞ കോലായിക്കൂട്ടത്തെ കുറിച്ച്, അന്നാണ് നമ്മൾ കോലായിക്കൂട്ടം തുടങ്ങിയത്. കോലായി എന്ന് വെച്ചാൽ വരാന്ത എന്നുള്ളതാണ്. ഒരു വീടിന്റെ മുറ്റത്ത് അന്ന് ഒരു 500 പേര് കൂടും. എന്നിട്ട് ഈ വിഷയം അവർ സംസാരിക്കും. ചിലർ പാട്ട് എഴുതും, ചിലർ കവിത എഴുതും, ചിലർ അവിടെ ഒരു ആർട്ട് ഫോം പ്രസന്റ് ചെയ്യും. അത് ഭയങ്കര, അവർ തന്നെ എഴുതുകയും അവർ സംഗീതം നൽകും, അവരുടെ ആവിഷ്കാരമാണ്. ഭയങ്കര രസമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ കോലായിക്കൂട്ടങ്ങളൊക്കെ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഇപ്പൊ ആലപ്പുഴ ജില്ലയിൽ നിന്ന്, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പ്രവേശിച്ചിട്ടുണ്ട്. നാളെ തിരുവനന്തപുരം ജില്ലയിൽ ഈ വിളംബര ജാഥ വരും. ഞാൻ പറഞ്ഞ വലിയ പങ്കാളിത്തമാണ് ഇതിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ 1-ാം തീയതി തുടങ്ങുന്ന, നമ്മൾ ഔപചാരികമായി തുടങ്ങുന്ന ഈ ഒരു ക്യാമ്പയിന് എല്ലാവരുടെയും പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ മീഡിയയും ദയവായിട്ട് ഇതിന്റെ ഭാഗമാകണം. നിങ്ങളും എല്ലാവരും ഇതിന്റെ ഭാഗമാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ പല ജില്ലകളിലും കളക്ടർമാരുടെ നേതൃത്വത്തിൽ പല പരിപാടികൾ നടക്കുന്നുണ്ട്. 1-ാം തീയതി കൂടുതൽ പരിപാടികൾ നടക്കുന്നുണ്ട്. വിളംബര ജാഥയിൽ മലപ്പുറം കളക്ടർ ശ്രീ വിനോദ്, അദ്ദേഹം ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ആയിരുന്നു നേരത്തെ, അദ്ദേഹം സൈക്കിൾ റാലിയിൽ അദ്ദേഹമാണ് പങ്കെടുത്തത്. അപ്പൊ അത് ഭയങ്കര എൻകറേജിങ് ആയിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാവരും പങ്കെടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ്. നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്നും, ഈ ഒരു ക്യാമ്പയിൻ ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല, ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഭാഗമാകേണ്ടതാണ്. അപ്പം ആരോഗ്യ സംരക്ഷണത്തിനായി 2026 പുതിയ വർഷം
നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിജ്ഞയോടുകൂടി നമുക്ക് തുടങ്ങാം. നമ്മൾ ഈ കണ്ട ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ സർവേയിലും നമ്മുടെ വാർഷികാരോഗ്യ പരിശോധനയിലും ഒക്കെ നമ്മൾ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു രോഗാതുരത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ചെയ്തു വന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി കൂടുതൽ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. അപ്പൊ എല്ലാവരും പിന്തുണയ്ക്കണമെന്നും പങ്കാളികളാകണമെന്നും അതുപോലെ പൊതുസമൂഹത്തിലേക്ക് ഈ സന്ദേശം എത്തിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. തിരുവനന്തപുരത്ത് പരിപാടികളുണ്ട്. അപ്പോൾ നാളെ ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന് വന്ന് കൊല്ലം കയറി നാളെ ഇവിടെ എത്തും. അപ്പോൾ തിരുവനന്തപുരത്തുള്ള പ്രത്യേക പരിപാടികൾ എന്തൊക്കെയാണെന്ന് പറയാം. എന്തൊക്കെ പരിപാടികളാണെന്ന് പറഞ്ഞോളൂ ഡോക്ടർ. സൈക്കിൾ ഇപ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്. തിരുവനന്തപുരത്തുള്ള ഒരു സൈക്കിൾ ക്ലബ് ഉണ്ട്. സൈക്കിൾ ക്ലബ്ബുകളൊക്കെ ഇതിന്റെ ഭാഗം. അവര് ഒരു കാര്യം സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്ത്രീകളെ പെൺകുട്ടികളെ സൈക്ലിംഗ് പഠിപ്പിക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അവരുടെ തന്നെ സൈക്കിളിൽ അവർ പഠിപ്പിക്കും. പിന്നീട് അവരവരെ സൈക്കിള് ഇതിന്റെ ഭാഗം, അതായത് ഇത് എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. എല്ലാവരോടും അതിന് പ്രത്യേക നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. മാധ്യമപ്രവർത്തകരും ഭാഗമാകണം കേട്ടോ. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പലരുടെയും ഭയങ്കര ഇന്നത്തെ ഒരു ദിവസത്തിന്റെ സ്ട്രെസ്സും ഒക്കെ ഉള്ളവരും ഇവിടെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഇതിന്റെ ഭാഗമാകണം. ശരി. അപ്പോൾ 1-ാം തീയതി പരിപാടി മാത്രമല്ല, ഈ ഒരു ആഹ്വാനം ത്രൂ ഔട്ട് എല്ലാവരും ഇത് പങ്കാളികളാകണമെന്നും അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഒരു മുന്നറിയിപ്പുമില്ല. അത് മാത്രമല്ല, നമുക്ക് ഇടയ്ക്ക് ഓർക്കുന്നുണ്ടാവും, നമ്മളിവിടെ ക്വാളിറ്റി ഇല്ലാത്തതാണ് നൽകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു വാസ്തവത്തിൽ കേരളത്തിൽ. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ കേന്ദ്ര ഡ്രഗ്സ് കൺട്രോളറുടെ അവരുടെ ലബോറട്ടറിയുടെ അംഗീകരിച്ച ലബോറട്ടറിയുടെ സർട്ടിഫിക്കേഷൻ, ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഉള്ളതാണ് നൽകുന്നത്. അത് മാത്രമേ KMCയിൽ ഇവിടെ ഓരോ ബാച്ചും, ഒരു മരുന്നല്ല ഒരു ബാച്ചും അങ്ങനെ സർട്ടിഫൈ ചെയ്താണ് ചെയ്യുന്നത്. പക്ഷെ അന്ന് ചില മാധ്യമങ്ങളുടെ അങ്ങനെ വാർത്ത ഉണ്ടായപ്പോ അവർ തന്നെ വന്ന് പരിശോധിച്ചു. അവർ വന്ന് റാൻഡം ആയിട്ട് പരിശോധിച്ചു. നമ്മുടെ സംസ്ഥാനത്തെ പല ഹോസ്പിറ്റൽസിൽ നിന്ന് എടുത്തു അതെല്ലാം. എന്നിട്ട് അവരുടെ സർട്ടിഫിക്കേഷൻ വീണ്ടും ഉണ്ടായി. അവരിതിനെ സർട്ടിഫൈ ചെയ്തതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതെല്ലാം ക്വാളിറ്റി ഉള്ളതാണ് എന്നുള്ളത് അവർ വീണ്ടും സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന പൊതുവിൽ ഇങ്ങനെ ഒരു കാര്യം സംബന്ധിച്ച് നമുക്ക് അത് സംബന്ധിച്ച് അറിവില്ല. അപ്പൊ എല്ലാവർക്കും നന്മ നിറഞ്ഞ പുതിയ വർഷമാകട്ടെ. പ്രൊഫഷണലിയും വ്യക്തിപരമായും എല്ലാ സന്തോഷവും സമാധാനവും ആരോഗ്യവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മ നിറഞ്ഞ പുതുവത്സര ആശംസകൾ. താങ്ക് യു.